ഫ്രണ്ട്സ്, ഇന്ന് എന്റെ പപ്പീസിന് ഡിവാമിങ് ചെയ്യലാന്നേ. അത് ഒന്നാമത്തില്ല, ഇത് സെക്കൻഡ് ടൈം ആണ്. നമ്മളിങ്ങനെ എല്ലാം ചെയ്യലെല്ലാം ഉണ്ട്. അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ വാക്സിനേഷൻ എല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് സെക്കൻഡ് ടൈം ഡിവാമിങ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. ഇതിനെല്ലാം ഭയങ്കര കുരുത്തക്കട. എന്റെ കാലെല്ലാം ഇത് കഴിച്ചു പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡിവാമിങ് ചെയ്യാം. ഈ 6 എണ്ണം ഉള്ളതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നിനും എന്തൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. ഏതിനെല്ലാം കൊടുത്താൽ നല്ല കൺഫ്യൂഷൻ ആകുന്നുണ്ട് നല്ലോണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതാണ് നമ്മള് കുരുത്തക്കേടിന്റെ 1-ാം നമ്പർ. താഴത്ത് നിങ്ങളെ അവസ്ഥ നോക്കിയാൽ ഡ്രസ്സെല്ലാം കടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. കാലിന്റെ മുകളിലെല്ലാം ഇടുന്ന് കളിയാ. എല്ലാത്തിനും ഒന്ന് ചെയ്യണ്ടേ. എന്റെ ആംഗ്ലറ്റ് അപ്പൊ ഡിവാമിങ് ചെയ്യേണ്ട ഒരു പപ്പി പ്രണവാട്ടിന്റെ കൈമിൽ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് കാണുമ്പോ കുട്ടികൾക്കെല്ലാം പോളിയോ വാക്സിൻ എല്ലാം കൊടുക്കേണ്ടിട്ട് നമ്മള് ഹോസ്പിറ്റൽ പോയില്ല, അതുപോലെ ഉണ്ട് കേട്ടോ അവസ്ഥ. അപ്പൊ ഞാൻ മരുന്നെല്ലാം റെഡിയാക്കട്ട്. അച്ഛന്റെ പോക്കറ്റില് കടിക്കൽ മരുന്ന് കൊടുക്കുവാന്ന് വെച്ചാലേ ഇവർക്ക് കുടിക്കാൻ ഭയങ്കര മടിയുള്ള കാര്യാട്ടാ. ഇവിടെ ഞാൻ ഇത്രയും നായ്ക്കളെ നോക്കിയാൽ ഇതിന് എന്റെ സോയ്ക്കാണ് മരുന്ന് കൊടുക്കാൻ ഒരു മടിയും ഇല്ലാതെ. ഓക്ക് മരുന്ന് എന്ന് വെച്ചാൽ എന്നാന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടാ. പോയി നല്ലോണം മരുന്ന് കഴിക്കും. ഒരു ടാസ്കും ഇല്ലേ നമുക്ക് കൊടുക്കാൻ. ഒരിക്കലും മരുന്ന് ഇതിന്റെ അമ്മ സിയൊക്കെ തന്നെ കൊടുക്കണ്ടിട്ട് ആട്ടം ഗുളിക വായിട്ട് കൊടുക്കും. ആട്ടം പുറത്ത് വരുമ്പേക്ക് അത് ഉപ്പിക്കളയലേന് സിയ. അങ്ങനത്തെ അവസ്ഥയാണ്. സോയി പോയാലാണ് ഇപ്പൊ സോയിന്റെ വിലയെല്ലാം തിരിയും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില തിരിയുമല്ലോ. അങ്ങനെ രണ്ടാമത്തെ പപ്പിക്കും കൊടുക്കലാണ്. നോക്കണേ അതേതാണ്. തേർഡ് വൺ. ആരെയും കൊടുക്കുമ്പോഴേക്ക് വട്ടാവും കേട്ടോ. താഴേന്ന് കാലിനെല്ലാം കടിച്ച് പണിയാക്കുന്നുണ്ട്. ആഹാ, ഈ കുട്ടി മാത്രം അനുസരണയോടെ കുടിച്ച് അതിനെ കൊടുത്തതാ. ഏതിനെ എടുക്കേണ്ടതെന്ന് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഓരോന്നിന്റെ വായെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം 6 എണ്ണം ഇല്ലേ, 6നും കൊടുക്കണ്ടേ. ഇതും കൂടി ലാസ്റ്റ് എത്രണ്ണായി? ഇത് 5-ാമത്തെ അല്ലേ? ഇത് 5-ാമത്തെ. അപ്പൊ നെക്സ്റ്റ് വൺ. 6 ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി കേട്ടോ. 6ആയോ 5ആയോ? അണ്ടകണക്കിൽ 6ആയി, ഏട്ടനാണക്കിൽ 5ആയി. ഇല്ല ഗൈസ്, ഇത് എല്ലാത്തിനും വായെല്ലാം നോക്കട്ട്. വായി നോക്കാൻ പിന്നെ പണവിനാൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് വായി ഇരുന്ന് നോക്കുന്നുണ്ട്. ഓരോന്നിനും പൊറുക്കി നോക്കുന്ന തിരക്കാണ്. 6ആയടാ. അങ്ങനെ എന്റെ എല്ലാ കുരുത്തം കേട്ട 6 മകൾക്കും ഞാൻ ഇവിടെ മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ ഇവർക്കെല്ലാം ഭയങ്കര എനർജി കേട്ടാ. അതിലെടുന്ന വരുന്നതൊന്നും പറയാൻ പറ്റില്ല. ഫുൾ ഓട്ടോ ചാട്ടോ. ഏട്ടന്റെ കാലെല്ലാം കടിച്ചു പറിക്കില്ല. എന്നാ മരക്കാൻ കഷ്ണം കടിക്കുന്ന പോലെയല്ല കേട്ടോ കടിക്കുന്നുണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, സബ്സ്ക്രൈബ് കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.